ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുതിന ചട്നിയാണ്. പുതിന ചമ്മന്തി, പുതിനയില. ഇത് ഇഞ്ചി വെളുത്തുള്ളി ബ്രൗൺ കളറായി. ഇത് പുതിനയില, ഒരു കെട്ട് പുതിനയില 10 രൂപ. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്ത്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം. എനിക്ക് എരിവ് വേണം, അതുകൊണ്ട് ഞാനിവിടെ 5 പച്ചമുളക് എടുത്ത്, പിന്നെ പകുതി സവാള എടുത്ത്, ഒരു തക്കാളി. ഇത് ബ്രൗണായി വരുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കൂടെ ഉപ്പ് ചേർക്കണം. പച്ചമുളക് കൂടെ സവാളയും തട്ടി ഇതൊരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് അടുത്തത് പുതിനയിലയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും നല്ലവണ്ണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയുടെ ഈർപ്പം കൊണ്ട് ബാക്കിയെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്കിനി ഈ പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയിലയും തക്കാളിയും ചേർത്ത സാധനങ്ങളെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. നേരത്തെ വഴറ്റിയെടുത്ത പുതിനയില മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ചെറുതായിട്ടൊന്ന് കടുക് വറുത്തെടുക്കാം. ഒരല്പം കടുക്, അല്പം വെളുത്തുള്ളി, രണ്ട് ഉണക്കമുളക്, വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി. ഞാൻ ആദ്യം എണ്ണ ചേർത്ത് വഴറ്റിയെടുത്തത് കൊണ്ട് താളിക്കാനായിട്ട്, കടുക് വറുക്കാനായിട്ട് ഞാൻ ഒരല്പം എണ്ണയെ ചേർത്തിട്ടുള്ളൂ. എണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ചേർക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായി. നമുക്കിനി ഇതിലേക്ക് പുതിനയില തട്ടിക്കൊടുക്കാം. നേരത്തെ വഴറ്റി വെച്ചിരുന്ന പുതിനയില ചട്നിയെല്ലാം പുതിനയില ചട്നി റെഡിയായിട്ടുണ്ട്. ചൂട് ചോറും പുതിനയില ചട്നിയും അച്ചാറും വെച്ച് കഴിച്ച് നോക്കി. സൂപ്പർ, അടിപൊളി.